ഇത് അങ്ങനെ ഒരു ജാടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു യഥാർത്ഥ മറുപടിയാണ്. രാവിലെയും ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി പിന്നെ മിക്സിംഗ്. നമ്മൾ ഒരു ജാപ്പനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ജപ്പാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ദുബായിൽ വന്നു, യു ഹാവ് എവറിത്തിങ്, ഫുഡ്, ബെവറേജ്, എനിത്തിങ്. ആ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഈസിലാക്കി. സോ വിച്ച് വാസ് എ ബ്ലെസ്സിങ്. വലിയ റാൻഡംലി സംഭവിച്ചാണ്. അത് വെറുതെ ഒരു വീഡിയോ നോക്കി അത് കിട്ടിയ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ടു. തലയെ പാട്ട് മാറ്റണമെന്നൊക്കെ പറയാം. ഇപ്പം ആക്ടിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് ഈ അടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ട് നമ്മളെല്ലാവരും നമ്മുടെ റീൽസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആസ് എ DJ, music composer, actor, none other than DJ Shaker. When the camera switched on, he became another person. Bro, that is That's so cool. That's cool. The energy. എപ്പോഴും നമ്മൾ പറയുന്നത് ഈ energy നമ്മൾ തരുന്നുണ്ട്. ബാക്കി കൊണ്ടുപോയിക്കോളൂ. We will take it from you. No, but again, welcome to our show. Sorobar. Pleasure. സൊറബറ, ഞാൻ വണ്ടിയിൽ നിങ്ങൾ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും കാഷ്വൽ ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, വൺ ഓഫ് ദ മോസ്റ്റ് കാഷ്വൽ ഷോസ് ഹാപ്പനിങ് ഓൺ TV as well as digital medias. Thank you for accepting our invitation. Yeah, for sure, man. And being here. ഞങ്ങൾ തമ്മിലൊരു പണ്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു. പുള്ളി അത് ഞാൻ റീകളക്ട് ചെയ്തു കൊടുത്തു വണ്ടിയിൽ നിന്ന്. എന്റെ റെസ്റ്റോറന്റിൽ ഒരു ആസ് എ ഫുഡി എപ്പോഴും നമ്മുടെ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാഫെ ഡി അറേബ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് തന്നെ ലോക ഫിലിം, പുതിയത് പാട്ട്, കിളി പോയി. ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ, ഞാൻ തോന്നുന്നു എപ്പോഴും ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയയിൽ ഞങ്ങളൊരു 1-2 വർഷം മുന്നേ ഇട്ട വീഡിയോസ് ഇപ്പോഴൊക്കെയാണ് കയറി. താങ്ക്സ് to you, the universe, because it's like ഒരു പ്രാവശ്യം വന്നു വീണ്ടും അത് ആവുന്നത് I don't know. എക്സാക്ട്ലി. അപ്പൊ എല്ലാവരും ഡിജിറ്റൽ മീഡിയയിൽ പലവരും പോസ്റ്റ് ചെയ്ത് റീച്ച് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു പാഠം തന്നെയാണത്. It can come back. സത്യം അല്ലേ? No, but ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച DQ പോസ്റ്റ് ചെയ്തപ്പോൾ അമലാസ് ബർത്ത്ഡേ, നിങ്ങളുടെ അമാൽ ആ ഒരു ഇതായിരുന്നു വെച്ചത്. ഹാറ്റ്സ് ഓഫ് for those creations. Thank God. പുള്ളി അധികം സോഷ്യൽ മീഡിയയിൽ ഇല്ല, പക്ഷെ നമ്മളെ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആൾക്കാർക്ക് നിങ്ങളുടെ പാട്ടൊക്കെയാണ് രക്ഷ. ഉറപ്പായിട്ടും. എല്ലാ ദിവസവും ഐ എം ലേണിംഗ്. I always say I'm not a social media person, പക്ഷെ എല്ലാവരും the love you get is through social media. So I think correct. നിങ്ങൾ ഏറ്റവും പഴയ ഒരു DJ ആണ് ശരിക്കും. ഇന്നലെയോ വന്നൊരു വ്യക്തിയല്ല. 2001. എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ DJയിലേക്ക് എത്തുന്നത്? അത് ആക്ച്വലി വാസ് ഇൻ മൈ 10th സ്റ്റാൻഡേർഡ്, വിച്ച് ഇസ് 99. അപ്പോൾ അന്ന് ഇറ്റ് വാസ് ഓൾ അബൌട്ട് CDസും ഡിസ്ക്മാനും DVD പ്ലെയറിലും രണ്ടും വെച്ചിട്ടാണ് മിക്സറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പ്ലേ ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ദ സ്റ്റാർട്ട്. അപ്പോൾ പണ്ട് പോലെ അച്ഛനും അമ്മയും ദേ യൂസ് ടു റെക്കോർഡ് കാസറ്റ്സ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഐ സ്റ്റാർട്ടഡ് റെക്കോർഡിങ് മൈ ഓൺ കാസറ്റ്സ്, മിക്സ് ടേപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ അവിടുന്ന് ഡെവലപ്പായി ലവ് ഫോർ മ്യൂസിക്, ആൻഡ് ദെൻ ഇറ്റ് ബിക്കേം എ പ്രൊഫഷൻ. ബൈ 2001 ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ആണ്. 2001 is when I started getting my salary. That is like 12th standard. That's my 12th standard, yes. Exactly. Yeah. അപ്പോൾ അത് തന്നെ ഒരു ഫ്യൂച്ചർ ആയിട്ട് നിങ്ങൾ കണ്ടു? I mean, ചെയ്ത് വന്നപ്പോഴത്തേക്ക് it was doing good and I was getting payments. I'm like, okay, let's see. നല്ല രസമുണ്ടല്ലോ അല്ലേ? അതെ. എസ്പെഷ്യലി ബീയിങ് ഇൻ കൊച്ചിൻ, ഞാൻ തോന്നുന്നു ആ ഒരു സിറ്റി ഹാഡ് എ വൈബ്. ബിക്കോസ് ഞാനും അവിടെ ഉള്ള സമയത്ത് ഐ ഓൾവേസ് ഫെൽറ്റ് ആ സിറ്റിക്ക് വേറെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഫോർ എവറിത്തിങ്, നോട്ട് ജസ്റ്റ് മ്യൂസിക്, ഫുഡ്, കൾച്ചർ, എവറിത്തിങ്. അത് അവിടെ മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചർ ലുക്ക്. മറ്റുള്ള ഭാഗത്ത് ബാംഗ്ലൂർ, ബോംബെ, ഇതൊക്കെ ഓൾറെഡി ദെയർ എസ്റ്റാബ്ലിഷ്ഡ്. ബട്ട് ഇൻ കേരള, ബീയിങ് ഫ്രം സച്ച് എ പ്ലേസ്, പെട്ടെന്ന് അങ്ങനെ ഒരു കൾച്ചർ അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. There used to be coffee parties. Actually, there was a place called ISIS. അപ്പോൾ ഞാനവിടെ പോയിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ബാക്ക് ഇൻ ദ ഡേസ് ഇറ്റ് വാസ് എ കാഫേ. അപ്പോൾ അതിൻ്റെ അകത്ത് they used to do DJing and partying and all that.
So this was back in 95, 98. It was Ipo coffee parties and all, it's like a big Trending. thing. Yeah, it's a big thing. But എസ്പെഷ്യലി ഇൻ മിഡിൽ ഈസ്റ്റ് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കോഫി പാർട്ടീസ്. people don't prefer going and having liquor also nowadays. Yeah. You want to listen to music and then go ahead with the partying. സോ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇതിനൊരു ടൈം കണ്ടെത്തുന്നത്? സ്കൂളിംഗ്, യു ഹാവ് ടു ബി എക്സാക്ട്ലി പേരൻസ് എന്ന് വെച്ചാൽ ഇതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാത്തൊരു. ഇറ്റ് വാസ് ഹാർഡ്. കാരണം ഈ പറഞ്ഞ ട്രാക്സ് ഒക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ യൂസ് ടു ഗോ ഡൗൺലോഡ് ഫ്രം പനമ്പള്ളി നഗറിൽ ദേ യൂസ് ടു ബി എ ഇന്റർനെറ്റ് ഗേറ്റ് വേ. So they are open for public from night 12 o'clock. I used to go and download. So the tracks and all that, എൻ്റെ അമ്മ ചിലപ്പോൾ ടി വിയിൽ ഇരുന്നിട്ട് എമിനമിൻ്റെ പുതിയ പാട്ട് അമ്മ എല്ലാ പേരൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. എമിനം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അമ്മ കൊള്ളാലോ ഞാൻ പോയിട്ട് പാട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ദേ യൂസ് ടു ബി P2P, പിയർ ടു പിയർ ഡൗൺലോഡ്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഇല്ലീഗൽ. പക്ഷേ വി ഡോണ്ട് ഹാവ് ആക്സസ് ടു മ്യൂസിക്. അപ്പോൾ I used to download like that and play music. അങ്ങനെ I used to get like tracks which is not released in India. അപ്പം അങ്ങനെ കുറച്ചൊരു എന്താ പറയുക DJയിൽ കുറച്ച് പേരെടുക്കാൻ പറ്റി. അടിപൊളി. സോ ആ സമയത്ത് നിങ്ങൾ ഏകദേശം വേറെ ambitious ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ലൈക്ക് DJ അല്ലാതെ? ലൈക്ക് ഇഫ് നോട്ട് DJ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുമായിരുന്നു? എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു? I wanted to be a journalist. പക്ഷേ it didn't work out. I don't know, because എൻ്റെ most of my time എൻ്റെ ഒരു ദിവസത്തിലൊരു മിനിമം 3 to 4 hours will go for music listening. So ആ മ്യൂസിക് ലിസണിങ് ഉള്ളതുകൊണ്ട് I thought this is the best profession. Because it was like a hobby which turned into a profession. It was quite nice. There wasn't much people also back in the days DJ. Exactly. Other DJs will, and after that you turned into a music composer also. Yeah, it wasn't a profession back in the days. DJing is not a profession. Like who would say DJ music play ചെയ്യുന്നതാണ്? അതെന്ത് ജോലി? ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആണ്. ഇല്ല, ലുക്ക് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴടുത്താണ് ഒരു വ്ളോഗിങ്, ഒരു നമ്മളെ പോലത്തെ ആൾക്കാർ, ഒരു ഇൻഫ്ലുവൻസർ, ഒരു ക്രിയേറ്റേഴ്സ് കുറച്ചെങ്കിലും അക്സെപ്റ്റൻസ് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ 2020-2021 ആളിൽ നമ്മൾ ക്യാമറാസ് എടുത്ത് പുറത്ത് പോകുമ്പോൾ ആൾക്കാരെ, എൻ്റെ വീട്ടുകാരൊക്കെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? യു ഹാവ് എ ഡിഗ്രി ഇൻ ഹാൻഡ്, യു ഹാവ് എ ഡിപ്ലോമ ഇൻ ഹാൻഡ്, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനൊരു റിയാക്ഷനും കൂടി കിട്ടിയിട്ടുണ്ട്. എവിടം വരെ പോകും അല്ലേ? പിന്നെ ഇപ്പോഴത്തെ മെയിൻ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു നോട്ട് ഓൺ ദ ഫോൺ, ഇഫ് യു സിറ്റിംഗ് അലോൺ ആൻഡ് നോട്ട് ഓൺ ദ ഫോൺ, അവൻ എന്തോ കുഴപ്പമുണ്ട്. So you can't be. ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you need to be scrolling something, you need to be doing something. അല്ലേ? ഞാൻ വീട്ടിലിപ്പോ എന്താ മോനെ ഫോൺ കളിക്കാത്ത, അതാണ് എന്തോ പ്രശ്നമുണ്ട്, ഡോക്ടർ വല്ലതും കാണാൻ. The world has changed. Yeah, for sure. A lot. അതാണ്. In a good way as well as a bad way too. I mean, both sides are always there. Yes. എപ്പോഴും ഉണ്ടാവും. But I feel if you use it wisely, even for AI, you have to use it very wisely. Yes. അല്ലാണ്ട് it will just consume you. AI bans ഉണ്ടല്ലോ ഇപ്പോൾ. Yes. So which means the future ഇപ്പൊ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ അതിനെ ഡിനൈ ചെയ്തിട്ട് അല്ലാണ്ട് you just can't say അതില്ല. അക്സെപ്റ്റ് ചെയ്തിട്ട് യൂസ് ഇറ്റ് വൈസ്ലി. കറക്റ്റ് അതിനൊരു മീറ്ററിങ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾ ഇങ്ങനെ പാട്ടുകൾ എപ്പോഴും എല്ലാ ദിവസവും മിക്സ് ചെയ്തുകൊണ്ടിരിക്കും? രാവിലെ എണീക്കും, ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി, പിന്നെ മിക്സിങ്. അല്ല, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. വീട്ടിൽ പിള്ളേരുണ്ട്, ഫാമിലി ഉണ്ട്. But still, ഇപ്പം പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇത്ര എല്ലാ ദിവസവും പോയി കഴിക്കുമോ? നിങ്ങൾ ഈ ചെയ്യുന്ന വിടാൻ? അങ്ങനെയല്ല. അല്ല, അത് മെയിനായിട്ട് ഇറ്റ്സ് ലൈക്ക് എ പ്രാക്ടീസ്. ഇത് ചെയ്തില്ലെങ്കിൽ യു വിൽ ലൂസ് ടച്ച്. അപ്പം എല്ലാ ദിവസവും അതൊന്ന് മൂടുള്ളപ്പോൾ ചെയ്യും. ആഴ്ചയിൽ എങ്ങനെ പോലെ ഒരു 4 days വർക്ക് ചെയ്യും. ബാക്കി ഒരു 3 ദിവസം ഐ ജസ്റ്റ് റിലാക്സ് വെൻ യു ഫീൽ ലൈക്ക് ഇറ്റ്. ആൻഡ് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. ഹൗ ആർ ദേ എൻജോയിങ് ഇറ്റ്? They love it. They are both into like dancing, Bharatanatyam, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. So basically focusing on art. ഇപ്പം ഞാൻ തോന്നുന്നു ഒരു ഫാമിലി മാൻ എന്നൊരു പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങൾ പറയുമ്പോൾ ആണ്. വയസ്സായി ഇപ്പൊ അല്ലെങ്കിൽ
എല്ലാരും വയസ്സ് കുറക്കാൻ നിൽക്കുകയാണ് ഇപ്പം കുറെ നാളായി. അതെ അല്ലേ? അതെ, ഞാനും റിയാലിറ്റി അടക്കച്ചിട്ടിരിക്കും. ഞാൻ ഐ ഹേർഡ് മമ്മൂക്ക തന്നെ ഇപ്പം ഈയിടെ ഒരു ഇത് പറഞ്ഞിരുന്നു, പ്രായം കൂടുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ മൈൻഡിന് പ്രായം വെക്കുന്നില്ല. അതെ അതെ അല്ലേ? അതെ, ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ മൈൻഡ് ഇപ്പോഴും പഴയ മൈൻഡ് തന്നെയാണ്. പലതും എനിക്ക് ചെയ്യണം, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരണം. സോ വി ഹാവ് സീൻ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഹിസ് സെലക്ഷൻ ഓഫ് മൂവീസ്. പലതും ട്രൈ ചെയ്യുന്നുണ്ട്. So true. And he's a very that mind itself is enough. Mind, good thinking, good processing is what we all need. So we can stay young. ഓക്കെ, നിങ്ങൾ DJയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു ദിവസം വീട്ടിൽ? ഒന്നുമല്ല, അതൊന്നുമല്ല. യു ആർ ഓഫ് on a holiday. You just don't want to touch that side. Yeah. What would you do? What would you be doing? How do you enjoy your day? I would listen to music. Still? Yeah, or listen to audiobook, or try doing some cooking, or make some new coffee. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം ഇതുവരെ പറഞ്ഞില്ല, കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഭക്ഷണ പ്രിയനാണ്. അതില്ലാണ്ട് നടക്കില്ല. അതില്ലാണ്ട് ഒരു വഴിക്കും നടക്കില്ല. അത് പുള്ളി നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ ദുബായിൽ ഏറ്റവും കൂടുതൽ വരാൻ ഇഷ്ടം ഭക്ഷണം. അതെ അതെ, ഭക്ഷണമാണ്. കാരണം എല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. മറ്റേത് ഹിയർ ദ മെയിൻ തിങ് ഇസ്, ഐ മീൻ ഇൻ ഇന്ത്യ ഇറ്റ് ഇസ് റിയലി ഹാർഡ്. ഇപ്പോൾ ഒരു പാകിസ്ഥാനി ഫുഡ് കഴിക്കണമെങ്കിൽ യു വോണ്ട് ടു നോ എന്താണ് ആ ഫുഡ് എന്നുള്ളത്. കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിവിടെ വന്നു കഴിഞ്ഞാൽ യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ലൈക്ക് ഈവൻ ഏഷ്യൻ ഓൾസോ ലൈക്ക് ടോപ്പ് ക്വാളിറ്റി. സോ വിച്ച് ഐ തിങ്ക് ഒരു പുതിയ ആൾക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. സോ ഐ തിങ്ക് ദുബായ് വിൽ ഹെൽപ്പ് യു to get a benchmark on what this food is going to be like. So that I think is a blessing. എസ്പെഷ്യലി പലവരും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വേറൊരു, ഫോർ എക്സാമ്പിൾ ഒരു ജാപ്പനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ജപ്പാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അത്രയും കാശ് കളയേണ്ട ആവശ്യമില്ല. പലവരും പല അഭിപ്രായങ്ങളും പറയാം, അവിടെ വരെ പോകണ്ടേ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ദുബായിൽ വന്നു, യു ഹാവ് everything, food, beverage, anything. The access is so much, which is I think is the ultimate blessing of Dubai. For sure, yes. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോ ദുബായിൽ നിന്ന് റൺ ചെയ്യുന്നത്. ഇറ്റ്സ് ഈസി ആക്സസ് ഫോർ us also. നമ്മളിവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ പോലും കുറച്ചും കൂടിയും ഫ്രീ ആവുന്നത് അവർ ദുബായിൽ വരുമ്പോഴാണ്. UAE വരുമ്പോൾ കുറേ സെലിബ്രിറ്റീസ് ചില്ല് ചെയ്യാൻ വരും, ജസ്റ്റ് ടു ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്പോട്ടായിട്ട്. അത് ഈ വയറ് ശരിയായി കഴിയുമ്പോൾ ഓക്കെ, നല്ല ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും അതാണല്ലോ പ്രശ്നം. അല്ല, നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പലവരും പല അഭിപ്രായങ്ങൾ അതിൽ പറയാറുണ്ട്. ഇപ്പം ദുബായിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ദുബായിൽ വരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളെ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ്. അപ്പം ആദ്യമായിട്ടാണ് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് ദുബായിലേക്ക് വരുന്നത്. സത്യം. എൻ്റെ ഫ്രണ്ട്സ് പേരുണ്ട്, അവർ മാർക്ക് ചെയ്യും ദുബായ് പോകുമ്പോഴത്തേക്കും. ദിൽ ബി മാർക്കിംഗ് ദ ഹോൾ ന്യൂ പ്ലേസസ്, എവറിത്തിങ്. ഇറ്റ്സ് ലൈക്ക് ഫ്രം ഹിയർ ടു ദെയർ. ഐ എം ലൈക്ക്, ഒരു ദിവസം 5 നേരം ഇങ്ങനെ ഫുള്ളായിട്ട് കഴിക്കണം. I cannot do that. I really cannot. But I prefer, if I'm coming to Dubai, I stay for about a week. So I do 2 meals maximum a day. So a 2 meal should be a good meal. ശരി, അപ്പോൾ ഇത്തവണ ഈ വരവിൽ ഏത് 2 സ്പോട്ടാണ് ലിസ്റ്റിലുള്ളത്? സ്പോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ബട്ട് ഐ വോണ്ട് ടു ട്രൈ ദാറ്റ് പൊറോട്ട ബർഗർ. It looks kind of, because I like burgers. അത് കണ്ടപ്പോഴത്തേക്ക് ഐ റിയലി വാണ്ട് ടു ട്രൈ എന്താണ്, വാട്ട്സ് ദ സോൾ ഫണ്ട. It will be an amazing experience. ഒരു അമേരിക്കൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫ്യൂഷൻ owned by an Emirati. What fun is that? Super. Yes. പക്ഷെ ആ ഒരു ധൈര്യം, ആ ഒരു for sure കാണിച്ചത് something new in the sense, because one of the toughest part is giving consistent parotas. എല്ലാവരും ഫേസ് ചെയ്യുന്നത് consistency is everything. Yes, consistent ബൺ പൊറോട്ടാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അതൊരു ചലഞ്ച് തന്നെയാണ്. സോ എനിക്കത് അറിയണം എവിടം വരെ പോകും. ഐ ട്രൈഡ്. സോ ലെറ്റ്സ് സീ ഹൗ. I plan to vlog it like a personal vlog. Oh yes, നമുക്ക് എന്തായാലും അറിയണം, നമുക്ക് എല്ലാവർക്കും അറിയണം. ഞാനും ഇന്ന് ഷെസാമും നമ്മളൊപ്പം ഇവിടെ വരാൻ പോയതായിരുന്നു.
ഷസാം കഴിച്ചിട്ടുണ്ട്. ഷസാമിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഫുഡ് ബ്ലോഗറായി മാറും ഷസാം. കംപ്ലീറ്റ് റിവ്യൂസാ എല്ലായിടത്തും. എല്ലാവരും ഇപ്പൊ എനിക്ക് മനസ്സിലായി ദുബായ് ഇപ്പൊ എല്ലാം കണക്ട് ആയി വരുന്നുണ്ട്. ഷസാം ഇവിടുത്തെ അൽ ഷസാം എന്ന് പറഞ്ഞൊരു പേജ് ഇട്ടിട്ടുണ്ട്. Al Shazam. So he started a new page for Al Shazam where he's exploring food. Nice. അപ്പൊ വേണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് പോകാന്ന് എല്ലാ ആഴ്ചയും ഞങ്ങള് ഒരു ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ പോകും. സോ അഗൈൻ അൾട്ടിമേറ്റ് നമ്മളെല്ലാവരുടെയും സന്തോഷവും കുറെ കഥകളും വരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് അല്ലേ? ആണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യു ഹാവ് ടു ബി വെരി ട്രൂ ടു യുവർ സെൽഫ്. അവിടെ വെറുതെ അഭിനയിച്ചിട്ടൊന്നും കാര്യം എടുത്തിട്ട് കഴിക്കാം. അതിന്റെ ഒരു രസം വേറെ തന്നെ. ഉറപ്പായിട്ടും. നാട്ടിൽ നിങ്ങൾ ഉള്ളപ്പോ എന്തൊക്കെയാണ് ഭക്ഷണം? ഏതൊക്കെ സ്പോട്ടാണ് ഫേവറേറ്റ്, അല്ലെങ്കിൽ ഏത് ഭക്ഷണമാണ് ഫേവറേറ്റ്? എനിക്ക് കൂടുതലും വീട്ടിലെ ഭക്ഷണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം ഈ പറഞ്ഞ പോലെ എഗ്സ് ആക്കി. കാരണം ഏജ് ആയതുകൊണ്ട് ഐ നീഡ് ടു ഹാവ് മൈ പ്രോട്ടീനും. ഇപ്പോൾ കുറച്ചൊന്ന് നോക്കിയും കണ്ടാണ് കഴിക്കുന്നത്, എസ്പെഷ്യലി അറ്റ് ഹോം. സോ ഐ എം കുറച്ചൊരു കോൺഷ്യസ് ആയി തുടങ്ങി. സോ വൺസ് യു ഹിറ്റ് ദ ഏജ്. കോൺഷ്യസ് അല്ലാത്ത DJ ശേഖർ എന്താണ് കഴിക്കാറ്? കോൺഷ്യസ് ആയിട്ട് നല്ല ചോറും മീൻ വറുത്തും നല്ല അവിയലും മാമ്പഴ പുളിശ്ശേരി. ഓ ഈ ഓണത്തിന് എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു, ദുബൈയിലായിരുന്നല്ലോ ഓണം. ഇല്ല, ഓണത്തിന് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ സദ്യ തന്നെ. പക്ഷെ മെയിൻ 5-ാം തീയതി ഇവിടെ തന്നെ അല്ലായിരുന്നു? 6-ാം തീയതി ഇവിടെ എത്തി. 6th എത്തിയല്ലേ? അപ്പൊ കുഴപ്പമില്ല, 5-ാം തീയതി ഓണസദ്യ കഴിച്ചിട്ട് തന്നെ കയറി. അതുകൊണ്ട് മറ്റേ ഫ്ലൈറ്റിനകത്തൊരു മ്ലാനതയായിരുന്നു, കറക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, യു ഹാവ് റീച്ച് ദ റൈറ്റ് സ്പോട്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഓണാഘോഷം ഇനിയുടെ അടുത്തൊരു 6-7 മാസം വരെ പോകും. ഐ തിങ്ക് ഇവിടെ കേരളത്തിനേക്കാൾ കൂടുതലും ഇവിടെ തോന്നുന്നു ആഘോഷിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ മിസ്സിംഗ് ഹോം. ഇപ്പം ഈ 13th-നും 14th-നും ഇവന്റ് ഉണ്ട്. ഫ്ലവേഴ്സിന്റെ ചാനലിന്റെ പരിപാടി തന്നെ വരുന്നുണ്ട് ഈ 28th-ന്. അതിനുശേഷം അടുത്ത പരിപാടി വരും. സോ ഓൾ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സെലിബ്രേഷൻ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഓണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. നമ്മളെപ്പോഴും പറയും ഭയങ്കര രസമാണ് ഇവിടെ ഒരു ഓളം തന്നെയാണ്. സോ ഈ കഴിഞ്ഞ ഞാൻ തോന്നുന്നു പരിപാടി നിങ്ങൾ ഇവിടെ ദുബായിൽ ഒരു പരിപാടിക്ക് വന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എൻജോയ്. ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്, കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂൾ തൊട്ടുള്ളതാണോ അല്ലെങ്കിൽ? ഇല്ല, ത്രൂ കൊച്ചിനിൽ വെച്ച് മീറ്റ് ചെയ്തതും. പിന്നെ കൂടുതലും NRIs ആണ്. ഇവിടെ തന്നെ പഠിച്ചു വളർന്നു. ഇവിടെ തന്നെ പഠിച്ചു വളർന്ന ആൾക്കാർ. ഇപ്പൊ നിങ്ങള് ഒരു മ്യൂസിക്കിലേക്കാണല്ലോ കൂടുതൽ നിങ്ങൾ അഡാപ്റ്റ് ആയത്. പിന്നെ വെരി വെരി യങ് ഏജ്. നിങ്ങൾ പറഞ്ഞു ഇപ്പം 1994s 98s നിങ്ങൾ ഇതിൽ ഓൾറെഡി എപ്പോഴും മ്യൂസിക്, ഹിപ്പ് ഹോപ്പ്, ക്ലാസിക് ഇതൊക്കെയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ കൂടുതൽ ആണ്. അന്നത്തെ മ്യൂസിക് അതായിരുന്നു കൂടുതലും. നമ്മുടെ മലയാളം പാട്ടുകൾ ഉറപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളം ഇസ് ഓൾവേസ് അതല്ലേ കിളികളിയാ വന്നത്. സോ വെനെവർ യു ലിസൺ ടു ദിസ്, ഇതൊരു കത്തും. അങ്ങനെയാണ് എനിക്കൊരു തോന്നലുണ്ടായിട്ടാണ് കിളിയെ ചെയ്തത്. കിളിയെ ഇപ്പം എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം ഒന്നല്ല ഒരു 10 ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നത്. കിളിയെ അങ്ങനെ ഒരു സാധനമായിരുന്നു അല്ലെങ്കിൽ? ഇല്ല, കിളിയെ റാൻഡംലി സംഭവിച്ചാണ്. അത് വെറുതെ ഒരു വീഡിയോ നോക്കി അത് കിട്ടിയ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഇറ്റ് ജസ്റ്റ് ബിക്കം നെക്സ്റ്റ് ടൈം നോക്കിയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ബ്ലോയിങ് അപ്പ്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തം കിട്ടിയത് എന്താണ് ഇത്, ഏതാ വർക്ക് അയക്കണേ. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു the whole marriage of this western and our native നല്ലോണം മിക്സ് ആയിരുന്നു. and it was like a perfect marriage. So it happened very spontaneously also for me. ആ പാട്ട് ഞാൻ തോന്നുന്നു ഇപ്പോഴും വർഷങ്ങൾ 2-3 വർഷമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. 2 years ആയി. 2 years. 23. അന്നും ട്രെൻഡായി, ഇന്നും ഇപ്പൊ ഒന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് with full force. നമ്മളും ഇത് ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് we would be playing that. So നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റി നിങ്ങളുടെ DJ ലൈഫിൽ? ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഗോൺ ടു ഡിഫറെന്റ് സിറ്റീസ്. നിങ്ങൾ എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ മറ്റു സിറ്റീസിൽ പോയിട്ടുണ്ടാവും. ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, ഹൈദരാബാദ്, ഓൾ ദീസ് സിറ്റീസ്. സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടോ? I think my number 1 will be always Cochin. കാരണം that's where I grew up and ഫുൾ ഫ്രണ്ട്സും ആൾക്കാരും പിന്നെ എന്നെ പ്രൊമോട്ട് ചെയ്തേക്കുന്നതും കൊച്ചി തന്നെ. Then second would be Bangalore and third would be Dubai. I think Dubai is one of my favorite because I've been ഒരു 2000
14 മുതൽ ഐ ബീൻ കമ്മിങ് ഓൺ ആൻഡ് ഓഫ്. സോ ഐ തിങ്ക് Dubai would be another country, my first option. വാവ്. വേറെ എവിടെയെങ്കിലും നിങ്ങളൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടോ ജസ്റ്റ് യു DJ ചെയ്യാൻ വേണ്ടി? Antarctica. ഓ എന്തായാലും എല്ലാം ഉരുകും. അപ്പം നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന. Okay. സോ ഐ കനോട്ട് പ്ലാൻ ഇറ്റ് അറ്റ് ഓൾ. എനിക്കിപ്പോൾ റീസെൻ്റ്ലി തിരിച്ചു വന്നേക്കാൻ മറ്റേ പുട്ടുപാട്ടില്ലേ നമ്മുടെ തകര. സോ അതൊന്ന് റീമിക്സ് ചെയ്തു. ഇറ്റ്സ് കം ഔട്ട് വെൽ. അപ്പോൾ ഞാൻ ക്ലബ്സിലൊക്കെ അത് ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസാണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് മൈ കറണ്ട് ഫേവറേറ്റ്. അപ്പോൾ അതൊന്ന് ഞാൻ സ്പോക്കൺ ടു തകര ആൻഡ് ട്രൈങ് ടു റിലീസ് ഇറ്റ്. വാവ്. When? I don't know. I mean, it's his track. I cannot take the call, but I did the remix. So probably I'll speak to him soon. We'll get on a collab or something. Wow. We are waiting. Yeah. അപ്പം നമ്മളൊരു പുട്ടിന്റെ വീഡിയോ ഉണ്ടല്ലോ. ഇവിടെ എവിടെ നോക്കിയാലും ഭക്ഷണത്തിന്റെ കാര്യം. പുട്ടിന്റെ വീഡിയോ ഉണ്ട്. ഒരു ഡിഫറെന്റ് കോംബോ പുട്ടിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ. സോ ഇത് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പായിട്ട് കഴിഞ്ഞിരിക്കുക. ഓ വാവ്. So the work is done. So probably I haven't met him. So എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. We spoke over the phone. I told him. So he's like, we'll do something new. I said, relax. This is nice working on the floor. So he's like, okay. Then we'll see. നോക്കാം. So when I go back and I'll talk to him. ഒരു രസമാണല്ലേ. It's fun. I will send it to you first. You No, yes, because ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു പുട്ടിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ആഴ്ചയായി ഞങ്ങൾ എടുത്തു വെച്ചിട്ട്. ആ പുട്ട് ഞാൻ ഇന്നലെ ചോദിച്ചു എഡിറ്റ് ചെയ്തോന്ന് ചോദിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു മ്യൂസിക് നമുക്ക് വേണം. സംതിങ് ഫൺ എലമെന്റ്. This is nice. This will be good. I think it's a perfect marriage. So we will wait. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. For sure. I'll let you know for sure. Now I'm excited. അടുത്തത് വെച്ചാൽ ഈ കാണുന്ന വ്യക്തി ഒരു DJ, മ്യൂസിക് കമ്പോസർ, ആക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം ദേ തടിയ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ കൂടി ലീഡ് റോള് ക്യാരക്ടർ ചെയ്തൊരു വ്യക്തിയാണ്. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ യൂഷ്വലി നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാറില്ല നമ്മുടെ ഷോയിൽ വന്നാൽ. വി നീഡ് ഓൾ ഫൺ, ചിരി, കളി. ബട്ട് ദർ ആർ സർട്ടൻ എലമെന്റ്സ് ഒബ്വിയസ്ലി നിങ്ങളെ ചിലപ്പോൾ ഹോണ്ട് ചെയ്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. ബുള്ളി ഫോർ ഷുവർ യു മൈറ്റ് ഹാവ് ഫേസ്ഡ്. ആൻഡ് ആ ഒരു ഇതിൽ കറക്റ്റ് സമയത്തായിരുന്നു ഞാൻ തോന്നുന്നു ഈ പടവും വന്നത്. അതിൻ്റെ എതിരെ പല കാര്യങ്ങളും കാണിച്ച് ആ ഒരു സിനിമയിൽ. അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അത് ബിക്കോസ് ഐ വാസ് ടു യങ് ഓൾസോ. ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഐ ഡിഡ്ന്റ് നോ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നോക്കാണ്ട് എല്ലാം പോസിറ്റീവായിട്ട് പോകുമ്പോഴത്തേക്കും ഇത് വിളിക്കുമ്പോൾ അവർ സ്നേഹത്തോടു കൂടി തന്നെ വിളിക്കുന്നത്. നമ്മളത് ചിന്തിക്കുന്നില്ല. സോ യു ആർ ടേക്കിംഗ് വെരി പേഴ്സണൽ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അത് പേഴ്സണലാക്കി എടുത്തിട്ട് കാര്യമില്ല. ദേ ജസ്റ്റ് സീയിങ് ദ ക്യാരക്ടർ, ദേ ലൈക്ക് ദ ഹോൾ തിങ്. തടിയാ എന്നുള്ള ഒരു വിളിയാണ് വരുന്നത്. സോ ദെൻ ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ആഫ്റ്റർ ഐ മൂവ്ഡ് away from movies a lot, from acting. So that is when I realized it's out of love. It's not because of, they don't want to put you down. That actually is not the way to think about it. For my sanity. ഒരു മെച്ചുവേർഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല വയസ്സായി. No, but still, ഇപ്പൊ റീസെന്റ് നമ്മളിപ്പം മിനിഞ്ഞാന്നൊരു വീഡിയോ നെസ്ലിന്റെ ഞാൻ തോന്നുന്നു പരസ്യമായിട്ട് ബംഗാളി എന്ന് ക്രൗഡിൽ നിന്ന് ഒരാൾ വിളിച്ചു. പക്ഷെ വളരെ നല്ല രീതിയിൽ പുള്ളി അത് ഹാൻഡിൽ ചെയ്തു, ഒരു മെച്ചുവേർഡ് രീതിയിൽ തന്നെ. നിവിൻ പറഞ്ഞു അതിന്റെ ആൻസർ ആ സിനിമ തന്നെ. ബോഡി ഷേമിങ് ഡാഷുകളെ അപ്പം പുള്ളി നിവിൻ ബോഡി പിടിച്ചിട്ടു. സംഗതി DJ ശേഖർ പറയുന്നു ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടോ ഡാഷുകളെ. കറക്റ്റ് ആയിരുന്നു. ആ സിനിമ നേരത്തെ വരണ്ടായിരുന്നു ഡയലോഗ്. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം മാത്രം. സോ ഇത്രേ ഉള്ളൂ അല്ലേ? ഇതത്രേ ഉള്ളൂ. കാരണം യു കനോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഐ യൂസ് ടു ടേക്ക് ഇറ്റ് വെരി പേഴ്സണൽ. അപ്പോൾ വിളിച്ചോ ആയിക്കോട്ടെ, നസൻ ചെയ്തത് അടിപൊളിയാ, താങ്ക് യു ഏട്ടാ.
ബെറ്റർ. ഞാനും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് വന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെ ഇനി തിരിച്ച് മറുപടി പറയാൻ നിന്നാൽ അടുത്ത ആള് വന്ന് അതിന് നെഗറ്റീവ് ഇട്ട് ഇത് ഇങ്ങനെ മുളപ്പിച്ചു പോകും. അല്ല, അത് അതിന് വേണ്ടി എഴുതുന്നത്, അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു ഫേമസ് ഒരു ആക്ടറിനെ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറയുന്നത് so that he will know you, remember you, psychological. So which is also very bad attitude, because I have heard one interview a Hollywood actor was saying about this. Negative ആയിട്ട് ഫസ്റ്റ് പറയുന്നത് they want them to remember you, that's not the way to remember somebody. Where is the logic in correct? അങ്ങനെയൊക്കെ നിങ്ങൾ DJ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. ചിലപ്പോൾ ഫ്രണ്ടിൽ കളിക്കുന്നവൻ ഫിറ്റ് ആയിരിക്കും, അവൻ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന തടിയ പാട്ട് മാറ്റണമെന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് കേട്ടിട്ട് പണ്ടൊക്കെ ഞാൻ ബൗൺസർമാരത്ത് പറയും അവനെ പിടിച്ച് പുറത്താ. ഇപ്പൊ ഞാൻ വിട്ടു, ആയിക്കോട്ടെ ആ സൈഡിൽ കൂടി പോകും. ശരി ചേട്ടാ, പാട്ട് മാറ്റാം, ഈ പാട്ട് കഴിഞ്ഞോട് പാട്ട് മാറ്റാം. പാട്ട് മാറ്റാനാ ഞാൻ ഇവിടെ നിൽക്കണം. എന്നെ പിടിച്ച് നിർത്തി തന്നെ പാട്ട് മാറ്റാം. അതെ, ഇതാണ് എന്റെ ഫേവറേറ്റ് സ്റ്റെപ്പ്. മാറ്റുമോ? ഇപ്പോഴ് നമ്മുടെ ലോട്ട്സ് ഓഫ് യങ്സ്റ്റേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ, ഓൺ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഞാൻ തോന്നുന്നു സ്കൂൾ തൊട്ടേ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ, പേജസും യൂട്യൂബ് വ്ളോഗ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പലവരും ചിലപ്പം ദേ വോണ്ട് ടു ബിക്കം ലൈക്ക് DJ ശേഖർ. പലവരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു കാലത്ത് പേരൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പ്രൊഫഷനാണ് ഇക്കാലത്ത് പതുക്കെ ഒരു അക്സെപ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ട്. സത്യം. എസ്പെഷ്യലി വ്ളോഗിങ്, മ്യൂസിക്, പാടുക, ഡാൻസ് കളിക്കുക, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ ഇപ്പം പതുക്കെ എസ്പെഷ്യലി മലബാർ റീജിയനിലാണ് ഞാൻ കൂടുതൽ അക്സെപ്റ്റൻസ് കാണുകയും ചെയ്തത്. സോ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ദീസ് യങ്സ്റ്റേഴ്സ്? ബേസിക്കലി ആ ലൈം ലൈറ്റ് നോക്കി പോകരുത്. ലൈം ലൈറ്റ് നോക്കി പോകാണ്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ട്രൈങ് ടു ഡു. പ്ലോട്ട് മറക്കാണ്ട് മൊത്തം പരിപാടി ചെയ്യുക. വെറുതെ അവൻ ചെയ്യണ കണ്ടിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതാവില്ല. സോ ഓൾവേസ് ഹാവ് എൻ ഐഡൻറ്റിറ്റി ഓഫ് യുവർ ഓൺ. എന്ത് ചെയ്താലും ഡു എ നൈസ് റിസർച്ച്, സ്റ്റഡി ചെയ്യാം ആ മെറ്റീരിയലിനെ. ഇപ്പോൾ സ്റ്റഡി ചെയ്യാനാണെങ്കിലും യു ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇൻ്റർനെറ്റ് ഇസ് ദെയർ ഫോർ യു. നല്ലോണം സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 year 2 years യു വിൽ ഡു വാട്ട് ഐ ഗോണ ഡു നെക്സ്റ്റ്. അവിടെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ആവരുത്. സോ യു നീഡ് ടു കീപ് ലേണിംഗ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് ഹാവ് എൻ ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ് ദി ഓൺലി വേ ഓഫ് മൂവിങ് ഫോർവേഡ്. ഹാവ് എൻ ഐഡൻറ്റിറ്റി, ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദാറ്റ്. ബിക്കോസ് ഇപ്പം ഈയിടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായിൽ ഇഷ്ടംപോലെ ആൾക്കാർ ബിറ്റ്വീൻ ദ മിഡ് റേഞ്ച് ഓഫ് 23 to 27 ഏജ് ആൾക്കാർ ഇവിടെ വരികയാണ്. ഒരു ഫുൾ ടൈം വ്ളോഗറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ് അവരുടെ ഒരു ലൈഫ്. ഈസി മണി മേക്കിംഗ് പലതും ഇവിടെ ഭയങ്കരമായിട്ട്. And the government is also promoting it. Yes, government is supporting creators HQ. It is happening. അത് സ്റ്റഡി ചെയ്തേ പറ്റുള്ളൂ. യു നീഡ് ടു നോ വാട്ട് യു ആർ സൈനിങ് അപ്പ് ഫോർ, എസ്പെഷ്യലി വെൻ കംസ് ടു ഷോയിങ് യുവർ ഫേസ് ഓൺ സ്ക്രീൻ. നമ്പർ 1. പിന്നെ ദ ലോട്ട് ഓഫ് പീപ്പിൾ, ഐ മീൻ ലോട്ട് ഓഫ് കിഡ്സ് ഹു ആർ മൂവിങ് ഇൻ ടു ഇപ്പോൾ മ്യൂസിക് പഠിക്കാനും എല്ലാം ചെയ്യുന്ന, വിച്ച് ഇസ് റിയലി ഗുഡ് ഐ ഫീൽ. കാരണം മ്യൂസിക് തന്നെ ഇറ്റ്സ് എ ന്യൂ സയൻസ്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സയൻസ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ലൈഫ് മച്ച് ബെറ്റർ. അല്ല, ദൈവം പല കഴിവുകളും ഒരു വ്യക്തിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും, യാതൊരു സംശയവുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് നമ്മൾ ഓട്ടോ ട്യൂൺ ചെയ്ത് പല ആൾക്കാരും ഓട്ടോ ട്യൂൺ ചെയ്യാനും അറിയണം. കാരണം വെറുതെ ഓട്ടോ ട്യൂൺ ഇട്ടിട്ട് കാര്യമില്ല. എന്തമർത്തും ഏതമർത്തും ഏതാ സ്കെയില് അതും അറിയണം. ഈ സ്കെയിലിനെ ഈ സ്കെയിൽ വെച്ചിട്ടും വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം എന്നുള്ള നോളജ്, അത് മാത്സ് ആണ്. സോ ബേസിക്കലി ഇറ്റ്സ് സയൻസ്. ആ അറിവില്ലാതെ കുറെ പേര് ഇപ്പം അത് വെറുതെ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ അവരൊക്കെ ഭയങ്കര ജാടയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജാടെ കാണിച്ച് ദാറ്റ് വാസ് യുവർ ട്രിപ്പ്, യു ഡു യുവർ ലൈഫ്, എൻജോയ്. അത് ഐ മീൻ വെൻ വി സ്റ്റാർട്ട് ടേക്കിംഗ് ദാറ്റ് ഓൺലി നമ്മൾ ആവശ്യത്തെ എനർജി എടുക്കുന്നത്. അതിനൊന്നും കാര്യം ഇത് അങ്ങനെ ഒരു ജാടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു യഥാർത്ഥ മറുപടിയാണ് എൻജോയ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എത്തിയിട്ട് ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും. സാച്ചുറേഷൻ അത് ട്രൂത്ത് ആണ്. എക്സാക്ട്ലി. അപ്പോൾ ഇറ്റ് ഷുഡൻറ്റ് ഗെറ്റ് ടു സാച്ചുറേഷൻ. അപ്പോൾ ഇഫ് യു ഹാവ് എൻ ഐഡൻറ്റിറ്റി, ഇഫ് യു ആർ വെരി ട്രൂ ടു യുവർ സെൽഫ്, ഓത്തൻറ്റിസിറ്റി,
that matters. ആരും മറക്കില്ല. അത് മറക്കില്ല എന്ന് മാത്രമല്ല, യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക്. യെസ്, ആ പാഷൻ കില്ലാവും. അപ്പോൾ ദാറ്റ് ഇസ്, ഞാൻ എൻ്റെ പിള്ളേർക്ക് പറയണതാണ്. സോ ദേ ലൈക്ക് ടു ഡാൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഭരതനാട്യം, ദേ യു ഡാൻസ്. കാരണം ഒരു റൂൾസും റെഗുലേഷനും ഇല്ല. ഒരു ഡാൻസ് കളിച്ചിട്ട് ഒരു റൂമിൻ്റെ പോയിന്റിൽ എത്താൻ വേണ്ടിയല്ല ഡാൻസ് കളിക്കുന്നത്. അത് പഠിക്കാൻ വേണ്ടിയിട്ടും ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ്. തല മൈൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ ക്ലിയർ യു ക്യാൻ കീപ്പ് ഇറ്റ്, യു ആർ സേഫ്. ഞാൻ കുറേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് സയൻസ് ശ്രമിച്ചാലാണ് പണി പലവർക്കും. യു നീഡ് ടു ലേൺ ദാറ്റ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ട്രൈങ് ടു ഡു. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മത്സരമാണ്. ഇപ്പോൾ കമ്പാരിസണും ആവശ്യമില്ലാത്ത കമ്പാരിസണും വരുമ്പോഴാണ് ഈ പറഞ്ഞ യു സ്റ്റാർട്ട് പുള്ളിങ് ഹെയർ. ഫെയിം. ഇതെങ്ങനെ മുടി പോയത്, ഇതിവിടെ മുടിയില്ല. I mean, basically a comparison ആണ് ഇഷ്യൂ. എക്സാക്ട്ലി. പലവരും അവരുടെ കഴിവുകൾ കൂടുതൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കഴിവുകൾ ശ്രദ്ധിച്ചാണ് പ്രശ്നം. ഇന്നേറ്റാണ് നമ്മുടെ ഉള്ളിലുണ്ടത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ബ്ലെസ്സിങ്. ഐ നോ, ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. നമ്മളൊന്ന് ഒരു ദിവസം ഒരു മൂഡ്, ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ ഇതാവാൻ പോവാണ്, അടുത്ത് ഒരാളുടെ വീഡിയോ കാണും, ആ വീഡിയോ കണ്ടിട്ട് ഇത് രസമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ. അത് പുറത്ത് ആൾക്കാർ വരുമ്പോഴാണ്, അതൊരു കമ്പനി വല്ലതും പറയും നിങ്ങൾക്ക് എന്താ ഇതുപോലെ ചെയ്തുകൂടാ. അവരാണ് ഈ തല തിരിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത രീതിക്ക് പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് യു നീഡ് ടു നോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞാൽ, യു നീഡ് ടു ഹാവ് എൻ ഐഡൻറ്റിറ്റി. എന്ത് കേട്ടാലും ഇളകാൻ നിൽക്കുന്നത്, ഡോണ്ട് വോബിൾ, ജസ്റ്റ് ഹാവ് എ സ്ട്രോങ് സ്റ്റാൻഡ്. അവർ ആ എത്തിക്സിൽ കൂടെ തന്നെ അവർ യു നീഡ് ടു ഹാവ് യുവർ എത്തിക്സ്. അല്ലെങ്കിൽ വെറുതെ തൃപ്തി കളിച്ചോണ്ടിരിക്കുക, അവിടെയും പോകും ഇവിടെയും പോകും, എല്ലായിടത്തും അവസാനം. അല്ലെങ്കിൽ ചുമ്മാ ട്രെൻഡിങ് നമ്മളെ കിളിയെ പാട്ടൊക്കെ വെച്ച് വെറുതെ ഒരു വീഡിയോ ഇട്ടാ തന്നെ തിരിച്ചു അല്ല, വെറുതെ ട്രെൻഡ് ആയിക്കോട്ടെ, ആ പാട്ടൊക്കെ ഇട്ടൊക്കെ എല്ലാരും വെറുതെ ഏതവനാണോ ചെയ്തു. അപ്പം ഞാൻ ശരിക്കും ദുബായിൽ നേരത്തെ ഒരു കഥ ഒന്നും കൂടി എനിക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് എനിക്ക് വിവരിച്ചു തരണം. ഒരു പാട്ട് പാടുന്ന പോലെ ദുബായിയെ കുറിച്ച് 2 വാക്ക്. ദുബായിയെ കുറിച്ച് 2 വാക്കിൽ ഐ മീൻ മൈ മെയിൻ തിങ് ഇസ് എ ബെഞ്ച് മാർക്ക്, സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ്. ദാറ്റ്സ് ദുബായ് ഫോർ മീ. എല്ലാം ഒരു പുതിയ ബെഞ്ച് മാർക്ക് ഇൻ ടേംസ് ഓഫ് ഹൗ യു ആർ ഡ്രൈവിങ് യുവർ കാർ. നമ്പർ 1, നോ ഹോങ്കിങ്. ബേസിക് ആണ്, വളരെ ബേസിക് ആണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയാണ്, ഹോണിൻ്റെയാണ് എല്ലായിടത്തും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമാധാനമുണ്ട്. ആക്ച്വലി യു നീഡ് ടു ഫോളോ യുവർ റൂൾസ്. അതാണ് ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡൂയിങ്, പ്ലോട്ട് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ബി ഹാപ്പി. സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഫുഡ് ഓൾവേസ് മറ്റേ പെട്ടെന്ന് നാഗവല്ലിയായി. ലുക്ക്, ഫുഡ് ഇസ് ഫുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിന്റെ കഥകൾ തുടങ്ങിയാൽ നിൽക്കൂല. ഇല്ല, ഭക്ഷണം അങ്ങനെ ഒരു ടോപ്പിക്കാണ്. ഫുഡ് ഇസ് നെവർ എൻഡിങ്. ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫുഡ് ബ്ലോഗ്. ഐ എം എ ഫുഡ് ബ്ലോഗർ, ഐ എം എ ഫുഡ് എൻതൂസിയാസ്റ്റ്, ഐ എ ഫുഡ് ക്രിട്ടിക്, ഐ ലവ് ഫുഡ്. ആൻഡ് പല കൾച്ചേഴ്സ് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആസ് യു സെഡ്, ഞാൻ ഇവിടുന്ന് പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുമോ? ഞാൻ ഒരിക്കലും ഇല്ല. ബിക്കോസ് എല്ലാ രാജ്യം ഇവിടെ ഉണ്ട്. അതാണ് മോർ ദാൻ 190 നാഷണാലിറ്റീസ് ഹയർ. ആ 190 നാഷണൽ ഫുഡ് ഇവിടെ ഉണ്ട്. അതും പല റേഞ്ചിലുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇഫ് യു വാണ്ട് എ ടീ ഫോർ 1 dirham ഇവിടെ അവൈലബിൾ ആണ്. ഇഫ് യു നീഡ് എ ടീ ഫോർ 40 dirhams അവൈലബിൾ ആണ്. ഇനി ഗോൾഡ് ഇട്ട് ടീ വേണോ, സ്വർണ്ണ ടീ വേണോ, അത് ഇവിടെ ഉണ്ട്. കാരണം നാളെ ദിവസം നിങ്ങൾക്ക് ലോട്ടറി അടിക്കണം, അപ്പൊ നിങ്ങൾക്ക് സ്വർണ്ണോട്ട് പിടിക്കണം. യു ഹാവ് ദി ഓപ്ഷൻ. എക്സാക്ട്ലി ദി തിങ്. ആൻഡ് ഞാൻ എൻ്റെ കടയിലൊക്കെ നിങ്ങൾ ആ സമയത്ത് വരുമ്പോൾ, എറണാകുളത്ത് ഞാൻ 2011 or something that time, ആ സമയത്ത് നിങ്ങൾ ഷാനിയും അതേപോലെ DQ ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് ബിഗിനിങ് സ്റ്റേജിലായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, യു ഗൈസ് സെറ്റ് ഇൻ വൺ, ഒരു മൂലകിരുന്ന് നമ്മളൊരു സുലൈമാനിയുണ്ട്, അതുപോലെ ഷവർമയും കാര്യങ്ങളും. സോ യു വെർ വെരി ക്ലോസ്. ഐ ഹാവ് ഓൾവേസ് സീൻ ദാറ്റ്. നമുക്ക് ഒരു ഇതിലേക്കൊന്നും പോകേണ്ട, ഇൻ ഡെപ്ത് കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഹൗ ഡു യു സേ when someone talks about DQ and your friendship? It's a lot of respect, and also main reason why we connected was because of music. So he also like hip hop, classic, and he's a lot of
ലോട്ട് ഓഫ് ബോഡി സേ ഒരു എസ്തെറ്റിക്കലി നല്ല ടേസ്റ്റ്ഫുൾ പേഴ്സൺ, aesthetic person, so which also a reason why I got like I want to be his friend, a kind of a thing. So very a tasteful person and very respectful. ഇപ്പം വീണ്ടും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് പക്ഷെ എറണാകുളം ഒഴിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഏത് ജില്ലയുടെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കാലിക്കറ്റ്. Seventh episode and I think 24 എപ്പിസോഡിലുള്ള ആൾക്കാർ പറഞ്ഞത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് for sure. കേരളയിൽ കാലിക്കറ്റ്. Why? Because it's love. കൊച്ചിയുടെ ഐ മീൻ കൊച്ചിയുടേതായ ഒരു cuisine എനിക്ക് I cannot say what it is. It's either Alleppey, Trivandrum. It's a Malabar mix of everything what happens in Cochin. But Calicut, I felt it's very authentic and it's not too pushy. മനസ്സിലായില്ല, മസാല കറക്റ്റായിട്ട് വെച്ചേക്കുന്നത്. അത് എപ്പോൾ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ പോയി കഴിക്കും. കോഴിക്കോട് എവിടെയൊക്കെ പോയി കേൾക്കാറ്? മെയിനായിട്ട് പാരഗണാണ്. മെയിനായിട്ട് പാരഗണ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ല ബാക്കി കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാരഗണിൻ്റെ പേര് പറയാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. റൈറ്റാണ് അല്ലേ? ഏത് നേരം നല്ല ആവി പറക്കുന്ന സാധനം മതി, ചൂടോടെ. ഇനി അധികം മിണ്ടരുത്. കാണുന്നല്ലോ, ഈ വീഡിയോ നമ്മൾ പുറത്തിട്ടുണ്ടെങ്കിൽ DJ കൊണ്ട് മാത്രമൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണോ? സത്യം. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വി ഹാവ് ടു റെസ്പെക്ട് ആൻഡ് ഹിയർ അതേഴ്സ് ഓൾസോ ഔട്ട്. സെയിം വേ ഐ വാസ് ലൈക്ക്, എന്തായാലും നമ്മൾ സൊറ പറയാൻ പോയല്ലേ, അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ. സോ വണ്ടി കയറിയപ്പോഴാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് യു ഹാവ് a barista consultant പോലും നിങ്ങൾ ചെയ്യാറ്. Yeah, so basically coffee consultancy. You know what is, because you are a consultant yourself. Yes, I know. പക്ഷേ നിങ്ങൾ പറയാം. So basically is that we do coffee trading, coffee supply, coffee distribution, and also help people set up coffee shops. So that is a kind of new venture I started in Dubai. And in Cochin, I have another friend of mine, Siddharth. So we started Cold Brew, which is completely B2B, business to business supply. But it's all small scale, small run, which is a kind of a passion project. So slowly seeing what can be done. അധികം ഓവറായിട്ട് ഇപ്പോൾ കാശ് വന്നാലും പ്രശ്നമാണ്, ബ്ലോ അപ്പ് ഒന്നും ചെയ്യേണ്ട, സമാധാനമായിട്ട് ഇത് ചെയ്ത്. കാരണം കാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന സംഭവം ആകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. സോ ഐ ലൈക്ക് ടു ലേൺ. കുറച്ചും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം ഗെറ്റിംഗ് ഇൻ ടു എ ബറിസ്റ്റ ട്രെയിനിങ് കോഴ്സ് ഓൾസോ. സോ ദാറ്റ് ഇസ് ഓൾസോ ഹാപ്പനിങ്. ദുബായ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഡു ദാറ്റ് വിത്ത് ലോട്ട് ഓഫ് ഗുഡ് ബറിസ്റ്റാസ്. അപ്പോൾ ഐ എം ജോയിനിങ് എ ട്രെയിനിങ് ഫ്രം ഒക്ടോബർ. പിന്നെ ഫ്രം ടീ കൾച്ചർ ടു കോഫി കൾച്ചർ ഭയങ്കരമായിട്ട് ഇവിടെ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കോഫി കൾച്ചർ. സോ റൈറ്റ് മാർക്കറ്റ്. അപ്പോൾ ഈ കോഫീസൊക്കെ എവിടെ നിന്നാണ് ശരിക്കും നിങ്ങൾ? നാട്ടിൽ കൂർഗ് എന്നാണ്, കൂർഗും വയനാടും. ഇവിടെ ഐ മീൻ ദ പോർട്ട് ഇസ് ഓപ്പൺ. I mean the world is open here in Dubai. So that is what I've been trying new coffee. I want to try new taste. That is happening. അപ്പോൾ അത് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ എവിടെ വരേണ്ടത്? നിങ്ങളിപ്പോൾ കോഫി കുടിക്കാനായിട്ട് അൽക്കൂസ് തന്നെ ഉണ്ട്, തുറക്കാൻ പോകണം, ന്യൂ പ്രൊജക്ട്. അതെ. പിന്നെ ഇപ്പോൾ തുറന്നുണ്ട്, അവിടെ സപ്ലൈ ഉണ്ട്, കോഫി സപ്ലൈ ഉണ്ട്. പിന്നെ യൂസുഫ് ഭായിയുടെ കഫേ ഉണ്ട് ജുമേറയിൽ. സോ അവിടെയും കോഫി സപ്ലൈ ഉണ്ട്. നിങ്ങളുടെ കോഫീസാണ് സപ്ലൈ ചെയ്യുന്നത്. വാവ്. അപ്പം DJ ശേഖറിന്റെ കോഫി ബ്രാൻഡ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന ലൊക്കേഷൻസിൽ നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഫി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആവശ്യമുണ്ടെങ്കിൽ യെസ് ദ മാൻ. കിട്ടില്ല പക്ഷെ വിളിച്ച. അപ്പം അതെ എനിക്ക് പറയുന്നത് അതൊരു പ്രശ്നമാണ്, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗാങ്സ്റ്റർ എന്ന പടത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ? കാരണം അതിന് മുമ്പ് ഐ വർക്ക് വിത്ത് ഹിം ഫോർ കടല് കടന്ന് മാത്തുക്കുട്ടി. അതിനുശേഷമാണ് ഗാങ്സ്റ്ററിലേക്ക് വന്നത്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ആ സമയത്ത് തന്നെ മമ്മൂക്ക ഭയങ്കര ഈസിലാക്കി. സോ വിച്ച് വാസ് എ ബ്ലെസ്സിങ്. ആൻഡ് ഐ മീൻ ഷെയറിങ് എ സ്ക്രീൻ വിത്ത് ഹിം ഇസ് ഓൾവേസ് എ ബ്ലെസ്സിങ്.
Then it was kind of tough, kind of villain player and കുറച്ച് ബുദ്ധിമുട്ട്, and that too against Mammootty sir. So slowly I had to get into that routine of not seeing him on a daily basis, not going and chatting with him. So that was kind of a new study, because I want to talk to people when I see people. So then the crew said it's better, കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ ലൂസ് ആവുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So then I adopted this method of only coming when the shot is ready, not meeting people, കുറച്ചൊരു isolation. അങ്ങനെയൊക്കെ was nice. It was a good experience. ഇപ്പം ആക്ടിങ്ങിലേക്ക് പോകാൻ താല്പര്യമില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. നല്ല സ്ക്രിപ്റ്റൊക്കെ വന്ന് ചിലപ്പോൾ പോകും. കഴിയുന്നതും സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി പിള്ളേരുടെ ഒപ്പം ഇരിക്കില്ല. എല്ലാവരും ഫാമിലി മാനുമായി അല്ലേ, വയസ്സായില്ലേ? അയ്യോ, 4ാമത്തെ തവണയാണ് വയസ്സായ കാര്യം പറഞ്ഞത്. ഇത് ആരെയോ ഉദ്ദേശിച്ച് പറയാനുള്ളൂ, ആരെയോ അറിയിക്കാനുള്ളൂ. അതോ എനിക്ക് വയസ്സാകുന്നു. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പം നിങ്ങള് ഒരു വീട്ടിലല്ലെങ്കിൽ എറണാകുളത്ത് എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നൊരു സ്ഥലം? അവിടെ ഇപ്പോൾ നാടനാണെങ്കിൽ ഐ തിങ്ക് there's a small restaurant called Manna in Panambali. Good food, good quality food. Panambali there. ചെറുതുണ്ട്, Manna is good. പിന്നെ I go to French toast for some continental and different vibe. Then I go to Cos Coffee because coffee based ആണ് കൂടുതലും. Cos Coffee and then mostly I'm eating from home only. പുറത്തൊക്കെ പോവാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതൽ ഇപ്പോൾ വീട്ടിലെ ഒരു ടൈപ്പ് തന്നെ ആയി. വീട്ടിൽ ഐ മീൻ ഇപ്പോൾ ഈ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വൈഫ് ആക്ച്വലി മേക്സ് ഓൾ ഓഫ് ദോസ് ഫുഡ്. ഗ്രേറ്റ്. ഇനി എന്താണ് പുതിയ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊജക്ട്സ്? എന്തെങ്കിലും പുതിയ കോഫി? ഞാൻ തോന്നുന്നു ഓൾറെഡി യു ആർ ഓൾറെഡി ഇൻവോൾവ് ടു മേക്ക് എ ബ്രാൻഡ്, ഓൾ ദീസ് തിങ്സ്. ഇനി മ്യൂസിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരുന്നുണ്ടോ? മ്യൂസിക്കിൻ്റെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് റിലീസസ് ആണ് കൂടുതലും, വിച്ച് ഇസ് എനിക്കൊരു കംഫർട്ട് വേണം. സോ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്നു. പിന്നെ there's new products which is coming under my company which is Sat Nutrition എന്നാണ് കമ്പനിയുടെ പേര്, which is in India, I mean കേരളയിൽ. So we're bringing in new sweeteners. So diabetes ആണ് ഇപ്പോൾ one of the biggest issues. So അതിനു വേണ്ടി alternate sweeteners ആണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീപ്പർ റൗണ്ട്. പെട്ടെന്ന് ഉത്തരങ്ങൾ പറയാൻ, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് തീർക്കാം. സോ കേരള ഓർ ബംഗളൂരു? കേരള. EDM or hip hop? Hip hop. Acting or DJing? DJing. Club night or house party? House party. Dream collaboration, one DJ? Carl Cox. Favorite Malayalam comfort food? പുട്ടുകടല. Always. Late night gig or early morning shoot? Which is tougher? Tougher? Early morning shoot. Yeah. One song that never fails to get the crowd moving. Once. Right now it's Kile Kile. Who DJs better at weddings? You or your friend's Spotify playlist? My friend's Spotify playlist. Yeah. Your guilty pleasure song? No, Kile. No. I think Goo Goo Dolls, Iris. One actor you would love to share screen space with? Shah Rukh Khan. Oh. Okay, universe. No, why not? Shah Rukh Khan also will come to Swaravara soon. Le, Shah Rukh Khan, verle. Ramatla. Wait a minute. Packed dance or standing ovation theater? Standing ovation. Wow. Okay. നിങ്ങൾ തന്നെ 3 വാക്കുകൾ ഡിസ്ക്രൈബ് ചെയ്യും. Lazy as a man can be. Okay. Music on headphones or blasting in the car? Music on headphones. A role you would love to play that you haven't yet? I think it will be Dulquer's Neelakasham Pachakar. Bike on the bike, traveling. Mammootty or Mohanlal? Mammootty.
Oh, nice. Last but not the least, few words about Sorobara. Very, very comfortable show. Very comfortable, very at ease, very spontaneous. I like that. Very smooth. Thank you so much. Yeah. Now, would you recommend? Please. And it's all about food. So Yeah. No, we always love to. ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഇൻട്രസ്റ്റ് മൂന്നിരട്ടിയും. അല്ലേ, ഇത് കഴിഞ്ഞിട്ട് വേണം പോയി കഴിക്കാൻ. തീർച്ചയായിട്ടും അതാണ് സൊറബറയുടെ ഏറ്റവും വലിയൊരു പാട്ട്. കഴിഞ്ഞ പാട് പോയിട്ട് എവിടെയും പോയി ഭക്ഷണം കഴിക്കാം. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഉറപ്പായിട്ടും. But again, once again, thank you so much. Pleasure, man. We're so honored to have you here. Once again, wait until stay tuned for the next episode. Signing off, Sorobara.